എല്ലാവർക്കും നമസ്കാരം. ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 4 വർഷത്തിലധികമായിട്ട് ടീച്ചിങ് മേഖലയിലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള പരിശീലനം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ടൂസ് അക്കാഡമി. ഒരുപാട് പേരെ വിജയത്തിലേക്ക് എത്തിക്കാൻ അക്കാഡമിക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പം സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആസ്പിറൻസിനെ സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് ടൂസ് അക്കാഡമി ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെറ്റ് കൊമേഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. എല്ലാവരും തന്നെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠനം ആരംഭിച്ചിട്ടുണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പഠനത്തിന് നിങ്ങളെ ഒന്നുകൂടി സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഇത്. അപ്പം ഇതിൻ്റെ കണ്ടന്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2016 മുതൽ ഈ കഴിഞ്ഞ സെറ്റ് എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഏരിയാസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മെഗാ പാക്ക് റാപ്പിഡ് റിവിഷൻ ആണ്. സെറ്റ് കൊമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പം ഇത് ആദ്യോടന്തം മുടങ്ങാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിൽ പറയുന്ന ഏരിയാസ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് സ്കൂൾസ് അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: ഹോത്തോൺ ഇഫക്റ്റ് സിഗ്നിഫൈസ് ഓപ്ഷൻസ് ദ സ്റ്റഡി ഓഫ് എംപ്ലോയി ടേൺ ഓവർ, ഇഫക്റ്റ് ഓഫ് ലൈറ്റിംഗ് ഓൺ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എംപ്ലോയീസ്, ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു പെർഫോം ബെറ്റർ ഓൺ ബീങ് ഒബ്സർവ്ഡ്, ഗ്രൂപ്പ് ഡൈനമിക്സ്. അപ്പം എന്താണ് ഹോത്തോൺ ഇഫക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഹോത്തോൺ ഇഫക്റ്റ് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഹോത്തോൺ എക്സ്പെരിമെന്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഹോത്തോൺ എക്സ്പെരിമെന്റിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യമേ നോക്കാം. ഹോത്തോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് സ്കൂൾസിന്റെ അകത്തും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്തും വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പം ഹിസ്റ്ററി ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഹോത്തോൺ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഹോത്തോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് പ്രൊഫസർ എൽട്ടൺ മായോയും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും കൂടിയാണ്. വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലാണ് ഈ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഹോത്തോൺ എക്സ്പെരിമെന്റ്സിന്റെ ഫലമായിട്ടാണ് ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ സ്കൂൾ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ സ്കൂളിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്രൊഫസർ എൽട്ടൺ മായോനെയാണ്. അപ്പം ഹോത്തോൺ എക്സ്പെരിമെന്റ്സിൽ 4 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 4 സ്റ്റേജസ് ആയിട്ടാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 4 എക്സ്പെരിമെന്റ്സ് അടങ്ങുന്നതാണ് ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ്. ഈ 4 എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് ഇല്യൂമിനേഷൻ എക്സ്പെരിമെന്റ്സ്, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ്സ്, മാസ് ഇന്റർവ്യൂവിംഗ് പ്രോഗ്രാം ആൻഡ് ബാങ്ക് വയറിംഗ്, ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെന്റ്സ്. ഇങ്ങനെ 4 എക്സ്പെരിമെന്റ്സ് ആണ് ഈ ഹോത്തോൺ എക്സ്പെരിമെന്റിന്റെ അകത്ത് തന്നെ വരുന്നത്. അപ്പം ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം തന്നെ പുറത്ത് കൊണ്ടുവന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഇഫക്റ്റ് ആണ്. അതായത് ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഇഫക്റ്റ് എന്തോരം ഉണ്ടെന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റ്സ് പുറത്ത് കൊണ്ടുവന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഗ്രൂപ്പ് ഡൈനമിക്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പുറത്തു വന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് മുകളിൽ തന്നിട്ടുള്ളത്. ഹോത്തോൺ ഇഫക്റ്റ് എന്താണ്? അപ്പം ഹോത്തോൺ എക്സ്പെരിമെന്റിലെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇല്യൂമിനേഷൻ എക്സ്പെരിമെന്റ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ഇമ്പോർട്ടൻസ് അധികമുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇല്യൂമിനേഷൻ എക്സ്പെരിമെന്റ്സ് ശരിക്കും കണ്ടക്ട് ചെയ്തത് നമ്മളുടെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇഫക്റ്റ് ഓഫ് ലൈറ്റിംഗ് ഓൺ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി എംപ്ലോയീസ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ ഈ ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് എന്തോരം ഉണ്ട്, അതായത് ലൈറ്റിംഗ് കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിംഗ് കുറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്യൂമിനേഷൻ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത്. ആ പേരിലുള്ളതുപോലെ തന്നെ അവിടെ ലൈറ്റിംഗ് കൂട്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്, ലൈറ്റിംഗ് കുറച്ചിട്ടിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി നമ്മൾ എടുത്ത് അതിന്റെ റിസൾട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ രണ്ടിനും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ലൈറ്റിങ്ങിന് പ്രൊഡക്ടിവിറ്റിയിൽ വലിയ സ്ഥാനമൊന്നും ഇല്ല എന്നാണ് ആ എക്സ്പെരിമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. പക്ഷേ മറ്റൊരു കാര്യം അവിടെ കാണാൻ ഇടയായി. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ ഒരാൾ എപ്പോഴും കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആരും നിരീക്ഷിക്കാത്ത സമയത്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി താഴോട്ട് പോകുന്നുണ്ട്. അപ്പം ഹോത്തോൺ ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്
The tendency of people to perform better on being observed ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഒരാൾ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനുള്ള ആളുകളുടെ ആ ഒരു താല്പര്യത്തെ, ആ ഒരു ടെൻഡൻസിനെയാണ് ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഹോത്തോൺ എക്സ്പെരിമെന്റ് എന്താണെന്നും അത് കണ്ടക്ട് ചെയ്തത് ആരാണ്, എവിടെയാണ് കണ്ടക്ട് ചെയ്തത്, അതിനുള്ളിൽ വരുന്ന ഡിഫറെന്റ് എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പം ഹോത്തോൺ എക്സ്പെരിമെന്റ്സിനെ ബേസ് ചെയ്തിട്ടും ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടും 2016 ടു പ്രീവിയസ് ഇയറിൽ വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്തായാലും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാനേജ്മെന്റ് സ്കൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് വിടാതെ പഠിക്കുക. അതിനകത്ത് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്കൂൾസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കവർ ചെയ്തിട്ട് പോവുക. സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂൾ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് സ്കൂൾ, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്, ഹ്യൂമൻ റിലേഷൻ സ്കൂൾ, കണ്ടിൻജൻസി തിയറി സ്കൂൾ, മാനേജ്മെന്റ് സയൻസ്, ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇതെല്ലാം തന്നെ കവർ ചെയ്യുക. സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂൾസ് പഠിക്കുമ്പോൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസും സയന്റിഫിക് ടെക്നിക്സും പഠിച്ചു വെക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു വെച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ മാക്സ് വെബർ, അദ്ദേഹമാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൊഡ്യൂസിങ് ന്യൂ ആൻഡ് ഹാർഡർ ടാസ്ക്സ് ഓഫ് വിച്ച് എംപ്ലോയീസ് ഹാഡ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഇപ്പം എംപ്ലോയീസിന് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല, മുൻപരിചയം ഒന്നും തന്നെ ഇല്ലാത്ത കൂടുതൽ ടാസ്കുകൾ, ഹാർഡർ ആയിട്ടുള്ള ടാസ്കുകൾ അവരുടെ ഇപ്പോഴുള്ള ടാസ്കിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ എന്താണ് പറയുക? ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പം ന്യൂ ആൻഡ് ഹാർഡർ ടാസ്ക് ഓഫ് വിച്ച് എംപ്ലോയീസ് ഹാഡ് നോ പ്രീവിയസ് എക്സ്പീരിയൻസ്. എംപ്ലോയീസിന് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരിപ്പോൾ ചെയ്യുന്ന ടാസ്കിന്റെ കൂടെ പുതിയ ടാസ്കുകൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ജോബ്. ഓക്കെ, അപ്പം പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിന്റെ കൂടെ അല്ലെങ്കിൽ ടാസ്കുകളുടെ കൂടെ എക്സ്ട്രാ ടാസ്കുകൾ ആഡ് ചെയ്യുന്നതിനെയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് കുറേ അധികം ടേംസ് ഉണ്ട്. അതായത് ജോബ് അനാലിസിസ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ്, ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ഇങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അപ്പം ആ ടേംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചുകൊണ്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ സ്പെസിഫൈ ചെയ്ത ആ ഒരു ടേംസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് 2016 ടു പ്രീവിയസ് ഇയർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ കണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം കൂടുതലും ജോബ് എൻറിച്ച്മെന്റും ജോബ് എൻലാർജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ബാക്കി ചോദിച്ചിട്ടില്ല എന്നല്ല. അപ്പം അവസാനം തന്നിരിക്കുന്ന മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാകും. അതിനകത്ത് ജോബ് റൊട്ടേഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസൈനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും കണ്ടേക്കുന്നത് ജോബ് എൻറിച്ച്മെന്റും ജോബ് എൻലാർജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു ഭാഗം വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക എക്സാമിന്. ഇനി നമുക്ക് ആ ടേംസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി പോവുക. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസ് എല്ലാം തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടൊന്നും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കില്ല. അപ്പം ഇത് പഠിച്ചു വെച്ചുകൊണ്ട് പോവുക കേട്ടോ. അപ്പം ഇത് വളരെ ഹെൽപ്ഫുൾ അല്ലേ? ഈ വീഡിയോയിൽ നിന്ന് ഇത്രയും ഇൻഫർമേഷൻ എങ്കിലും നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പം നമുക്ക് നോക്കാം ജോബ് അനാലിസിസ് എന്താണ്. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ജോബിനെ അനലൈസ് ചെയ്യുന്നു. അതായത് ഒരു ജോലി അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. എങ്ങനെയുള്ള ആൾക്കാരെ വേണം അതിൽ എംപ്ലോയ് ചെയ്യാൻ, അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോബിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. Detailed and systematic study of jobs to know the nature and characteristics of people to be employed on various jobs. അപ്പം എങ്ങനെയുള്ള വ്യക്തികളെയാണ്, ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വ്യക്തികളെയാണ് ഒരു ജോലിക്ക് ആവശ്യം, ആ ജോലിയുടെ മെയിൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ജോബിനെ ഡീറ്റെയിൽഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ജോബ് അനാലിസിസിന്റെ ബൈ പ്രൊഡക്ട്സ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. Job description and job specification are products of job analysis.
ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, റിലേറ്റീവ് വർത്ത് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി ജോലികളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു ജോലിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ആ ഒരു ബിസിനസ്സിൽ ഈ ജോബിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ജോബ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് വഴിയായിട്ടാണ് അതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്കുള്ള റെമ്യൂണറേഷൻ തീരുമാനിക്കാൻ പറ്റുക. ഇപ്പോൾ റിലേറ്റീവ് വർത്ത് ഹൈ ആണെങ്കിൽ ഹൈ റെമ്യൂണറേഷൻ കൊടുക്കണം, റിലേറ്റീവ് വർത്ത് കുറവാണെങ്കിൽ ലോ റെമ്യൂണറേഷൻ കൊടുത്താൽ മതി. അപ്പം ജോലികളുടെ റിലേറ്റീവ് വർത്ത് വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് റെമ്യൂണറേഷൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ജോബ് ഇവാലുവേഷൻ നടത്തുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇപ്പൊ ജോബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തി ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മെയിൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജോലിയിൽ ഒരു വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ജോബ് അനാലിസിസിന്റെ പ്രോഡക്ട്സ് ആണ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ജോബ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് വർക്ക് അറേഞ്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ ജോബ് ഓർഗനൈസേഷൻ എന്നും ഇതിനെ പറയാനുണ്ട്. എങ്ങനെയാണ് ഒരു ജോബിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അതിന്റെ എലമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, അതിനെയാണ് ജോബ് ഡിസൈൻ അല്ലെങ്കിൽ ജോബ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജോബ് ഡിസൈനിന്റെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ് ആൻഡ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ജോബിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു, അതിലുള്ള കുറച്ച് ടാസ്കുകളെയൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് അതിനെ കുറച്ചും കൂടി ഈസിയർ ആക്കുന്നു അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്നു, അതിനെയാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിനെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, അതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പം സെയിൽസ് മാനേജർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നീട് നമ്മൾ ഫിനാൻസ് മാനേജർ ആക്കി വെക്കുന്നു, പിന്നെ മാർക്കറ്റിംഗ് മാനേജർ ആക്കി വെക്കുന്നു. അപ്പം ഇങ്ങനെ സെയിം ലെവലിലുള്ള പല ജോലികളിലേക്ക് ഒരു വ്യക്തിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ജോബ് എൻലാർജ്മെന്റ്. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് എ ജോബ്. അതായത് ഒരേ ലെവലിലുള്ള ജോലികൾ തന്നെ അദ്ദേഹത്തിന്റെ ജോലിയുടെ കൂടെ വീണ്ടും വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഡീഷൻ ഓഫ് ടാസ്ക് അറ്റ് ദ സെയിം ലെവൽ ഓഫ് സ്കിൽ. അദ്ദേഹത്തിന്റെ ആ സ്കില്ല് തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റ് ടാസ്കുകളും കൂടി ഓൾറെഡി അദ്ദേഹത്തിനുള്ള ടാസ്കുകളുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതിനെയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ജോബ് എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ ജോബ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? adding higher responsibility with an existing job position. അപ്പം കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലിലുള്ള ടാസ്കുകളല്ല, കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ടാസ്കുകളെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ജോബിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ ജോബ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് എ ജോബ് എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ഹയർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഹയർ ലെവൽ ജോബ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ജോബ് ആണ്. ജോബ് എൻലാർജ്മെന്റും ജോബ് എൻറിച്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണ്, അതായത് ഇപ്പോൾ ഉള്ള സെയിം ലെവൽ ഓഫ് സ്കിൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. എന്നാൽ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അത് വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്, ഹയർ ലെവൽ റെസ്പോൺസിബിലിറ്റിയും ചാലഞ്ചസുമാണ് ഒരു വർക്കറിന് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓട്ടോണമി ആൻഡ് ഫ്രീഡവും അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ടേംസ് എല്ലാം തന്നെ പഠിച്ചു വെച്ചുകൊണ്ട് പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി ഹ്യൂമൻ റിസോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ആണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്, അത് അറിഞ്ഞു വെക്കണം. പിന്നെ സെലക്ഷൻ ടെസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ട്. ഇപ്പം സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്, അതുപോലെ ഡെക്സെറ്റിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് സെലക്ഷൻ ടെസ്റ്റുകളുണ്ട്.
അപ്പം ആ ടെസ്റ്റുകൾ പഠിച്ച് വെച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ട്രെയിനിങ് മെത്തേഡ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഏതൊക്കെയാണെന്നുള്ളതും അറിഞ്ഞു വെച്ചുകൊണ്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് നിന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് പ്രൊമോട്ട്സ് ട്രേഡ് ലിബറലൈസേഷൻ ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗ്ലോബലൈസേഷൻ. ട്രേഡ് ലിബറലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദ്യം. അതായത് ട്രേഡിന്മേൽ ആവശ്യമില്ലാതെ ചുമത്തപ്പെട്ടിരിക്കുന്ന കൺട്രോൾസ് എല്ലാം തന്നെ എടുത്തു മാറ്റി അതിനെ ലിബറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏതാണ്? ആൻസർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതേപോലെ യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ പോലും അത് ട്രേഡ് ലിബറലൈസേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ അല്ല, അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 നിലവിൽ വന്നത്. അതായത് ഗാട്ട്, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്. അപ്പം ഇതിനെ മാറ്റിക്കൊണ്ട് ആദ്യമേ നിലവിലുണ്ടായിരുന്നത് ഗാട്ട് ആയിരുന്നു. അത് മിയർലി ആൻ എഗ്രിമെന്റ് മാത്രമായിരുന്നു, ഒരു ഓർഗനൈസേഷൻ എന്നൊരു സ്റ്റാറ്റസ് നമുക്കതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഗാട്ടിനെ മാറ്റിക്കൊണ്ട് നിലവിലേക്ക് വന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അത് IMF, വേൾഡ് ബാങ്ക് പോലെയൊക്കെ തന്നെ അതിനൊരു സ്റ്റാറ്റസ് ഉണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1995 ഇപ്പോൾ നിലവിൽ അതിന് 164 മെമ്പർ കൺട്രീസ് ആണ് ഉള്ളത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ജനീവയിലാണ്. പിന്നെ ഉറുഗ്വേ റൗണ്ട് എഗ്രിമെന്റ്സിന്റെ ഫലമായിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇപ്പം ഉറുഗ്വേ റൗണ്ട് എഗ്രിമെന്റ്സിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് 4 എഗ്രിമെന്റ്സ് ആണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഗാഡ്സ്, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് സർവീസസ്. പിന്നെ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ ട്രിംസ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് ആൻഡ് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ട്രേഡ് എഗ്രിമെന്റ്സ് നിലവിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ മെമ്പർ കൺട്രീസ് തമ്മിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വഴക്കുകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സെറ്റിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ മെമ്പർ കൺട്രീസിന്റെ ഇടയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവരുടെ ടാരിഫുകൾ അല്ലെങ്കിൽ ടാക്സ് റേറ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അവർ അതിൻ്റെ മേൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള കൺട്രോൾസ് ഒക്കെ കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. അങ്ങനെയുള്ള നെഗോഷിയേഷൻസിന്റെ ഫലമായിട്ട് അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഓവർസീ ചെയ്യുക. പിന്നെ മെമ്പർ കൺട്രീസിന്റെ ട്രേഡ് പോളിസീസിനെ ഒക്കെ ഓവർസീ ചെയ്യുക. അതേപോലെ ഡെവലപ്പിംഗ് കൺട്രീസിന് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ട്രേഡ് പോളിസീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. മറ്റുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനും ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ മാത്രം ബേസ് ചെയ്ത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രീനിൽ കാണുക. നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഇനി ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് IMFും വേൾഡ് ബാങ്കും. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും. അതും നോക്കി വെച്ചിട്ട് മാത്രം എക്സാമിന് പോകാവൂ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, IMF ആൻഡ് വേൾഡ് ബാങ്ക്, ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ, അതായത് IMFും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക് പഠിച്ചു വെച്ചുകൊണ്ട് പോവുക. 4th ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതും ഈ 4th ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതും സെക്കൻഡ് യൂണിറ്റിൽ നിന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് FDI ഇസ് ബാൻഡ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബാൻ ചെയ്തിട്ടുള്ളത്, അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത സെക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇൻഷുറൻസ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ലോട്ടറി ബിസിനസ്, നൺ ഓഫ് ദിസ്. ടെലികമ്മ്യൂണിക്കേഷൻസിലും ഇൻഷുറൻസിലും FDI അലൗഡ് ആണ്. അലൗഡ് അല്ലാത്തത് ലോട്ടറി ബിസിനസ്സിലാണ്. ഇനി FDI എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അതിന്റെ ഹോം കൺട്രിയിലുള്ള ബിസിനസ് കൂടാണ്ട് പുറത്തുള്ള മറ്റേതെങ്കിലും രാജ്യത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തന്നെ 2 രീതിയിലുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ഡയറക്റ്റ് ആയിട്ട് മറ്റൊരു കൺട്രിയിൽ പോയി അവിടുത്തെ ഫിസിക്കൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവളുടെ ബിൽഡിങ്സ് പർച്ചേസ് ചെയ്യുന്നു, ഫാക്ടറി ബിൽഡ് ചെയ്യുന്നു, മെഷീൻസ് വാങ്ങിച്ചു വെക്കുന്നു, നമ്മൾ തന്നെ എംപ്ലോയീസിനെ അവിടെ
എംപ്ലോയ് ചെയ്ത് വെക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫ്രം ദ സ്ക്രാച്ച് ഒരു കമ്പനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ ഇൻവെസ്റ്റർക്കായിരിക്കും ആ ഒരു ബിസിനസ്സിന്മേലുള്ള കംപ്ലീറ്റ് കൺട്രോൾ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ അങ്ങനെയല്ല. അവിടെ സെക്യൂരിറ്റീസിലാണ് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മറ്റൊരു കമ്പനിയുടെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആ ഒരു ബിസിനസ്സിലെ ഡയറക്റ്റ് ആയിട്ട് ഒരു കൺട്രോളും ഇൻവെസ്റ്റർക്ക് ഉണ്ടായിരിക്കുന്നില്ല. ജസ്റ്റ് റിട്ടേൺ കിട്ടുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യണം. ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഫ്രം ദ സ്ക്രാച്ച് മറ്റൊരു കൺട്രിയിലെ ഒരു ബിസിനസ് നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒന്നുകിൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്തിട്ട് അതിലുള്ള എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിച്ചു വെച്ച് എംപ്ലോയീസിനെയൊക്കെ വെച്ച് അവിടെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതിനെയാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം FDIയുടെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, കോൺഗ്ലോമറേറ്റ് എന്ന് നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ റിസോഴ്സ് സീക്കിംഗ്, മാർക്കറ്റ് സീക്കിംഗ്, എഫിഷ്യൻസി സീക്കിംഗ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഹൊറിസോണ്ടൽ FDI എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഹോം കൺട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ബിസിനസ് ആണ് ഫോറിൻ കൺട്രിയിലും സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ FDI ആണ്. വെർട്ടിക്കൽ FDI എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബിസിനസ് ആണ് ഫോറിൻ കൺട്രിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് പുറത്ത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ FDI ആണ്. ഓക്കെ. പിന്നെ കോൺഗ്ലോമറേറ്റ് FDI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോം കൺട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് ആണ് ആ കമ്പനി ഫോറിൻ കൺട്രിയിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കോൺഗ്ലോമറേറ്റ് FDI ആണ്. ഇനി റിസോഴ്സ് സീക്കിംഗ് FDI എന്ന് പറയുന്നത് ഒരു കമ്പനി അതിന് ലോ കോസ്റ്റിലെ റോ മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ഒരു കമ്പനിയാണ് ഫോറിൻ കൺട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോറിൻ കൺട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് റിസോഴ്സ് സീക്കിംഗ് FDI ആണ്. ഇനി മാർക്കറ്റ് സീക്കിംഗ് FDI ആണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് സീക്കിംഗ് FDI ആണെങ്കിൽ അവിടെ വരുന്നത് അവരുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന മറ്റൊരു രാജ്യത്ത് അവർ അവരുടെ ഔട്ട്ലെറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് സീക്കിംഗ് FDI. ഇനി റിസോഴ്സ് സീക്കിംഗ് FDIയിൽ തന്നെ മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. റിസോഴ്സ് സീക്കിംഗ് FDI എന്ന് പറയുമ്പോൾ ലോ കോസ്റ്റിൽ റിസോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പം നമുക്ക് വേജസ് ഒക്കെ കുറച്ച് മാത്രം കൊടുത്താൽ മതി എന്നുള്ള രാജ്യത്തൊക്കെ നമ്മൾ നമ്മളുടെ അതേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും റിസോഴ്സ് സീക്കിംഗ് FDI തന്നെയാണ്. പിന്നെ എഫിഷ്യൻസി സീക്കിംഗ് FDI എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ സിനർജറ്റിക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എഫിഷ്യൻസി സീക്കിംഗ് FDI എന്ന് പറയുന്നത്. ഇപ്പൊ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ഒക്കെ വഴിയായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സിനർജിസ്റ്റിക് ബെനിഫിറ്റ് ആണ് കമ്പനിക്ക് കിട്ടുക. അപ്പം അങ്ങനെയുള്ള FDI-നെയൊക്കെയാണ് എഫിഷ്യൻസി സീക്കിംഗ് FDI ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് കൂടി നോക്കണം. ഇത് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഇൻക്ലൂഡ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്നുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് മാച്ച് ദ ഫോളോവിങ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ആയിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടും വിട്ട് കളയാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു ഏരിയയാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് പഠിച്ചുകൊണ്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിസർച്ച് മെത്തഡോളജിയിൽ നിന്നും എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The variables that are not related to the subject of the study but may affect the dependent variable are termed as dash variables. നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ പോലും നമ്മളുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യാവുന്ന വേരിയബിൾസിനെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ്, എക്സ്ട്രേനിയസ്, ഡിപ്പെൻഡന്റ് ആൻഡ് ഡിസ്ക്രീറ്റ്. നമ്മളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേരിയബിൾ അല്ല, പക്ഷെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അത് ഔട്ട്സൈഡ് വേരിയബിൾസ് ആണ്, നമ്മുടെ സ്റ്റഡിക്ക് പുറമേ ഉള്ള വേരിയബിൾസ് ആണ്, പക്ഷെ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് എന്താണെന്നും ഒന്ന് നോക്കാം. വേരിയബിൾ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ.
It is a concept that can take up any quantitative value. ഏത് quantitative value വേണമെങ്കിലും എടുക്കാൻ സാധിക്കുന്ന ഒരു concept ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. For example, x is a variable that represents height of the students of class 10. ഇപ്പം ക്ലാസ് 10ൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സ്കൂളിൽ ക്ലാസ് 10ൽ പഠിക്കുന്ന കുട്ടികളുടെ ഹൈറ്റിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് എക്സ് എങ്കിൽ ആ ഓരോ കുട്ടിയുടെ ഹൈറ്റും ഈ എക്സിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിളിനെ തന്നെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, എക്സ്ട്രേനിയസ് വേരിയബിൾ ഉണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട്. ഇനി നമ്മൾ എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ കേസ് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്ന 3 തരത്തിലുള്ള വേരിയബിൾസ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇതിനകത്ത് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പേരിൽ പറയുന്നത് പോലെ മറ്റ് ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് മറ്റേതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂവിലും മാറ്റം വരും. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ വാല്യൂവിൽ മാറ്റമൊന്നും തന്നെ വരില്ല, പക്ഷേ ഇത് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ സ്റ്റഡിയുടെ ഭാഗം കൂടിയായിരിക്കും ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇനി ആ എക്സാമ്പിൾ നോക്കിക്കോ. ഇഫ് വി സേ ദാറ്റ് ഹൈറ്റ് ഡിപ്പെൻഡ്സ് upon ഏജ്, then height is dependent variable and age is independent variable. ഇപ്പൊ നമ്മൾ പറയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വയസ്സിനെ അനുസരിച്ചിരിക്കും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വയസ്സിനനുസരിച്ച് മാറ്റം വരും. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഏജ് അല്ലെങ്കിൽ വയസ്സ് എന്ന് പറയുന്നത് അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. വയസ്സ് കാലാകാലങ്ങൾക്കനുസരിച്ച് മാറും, അല്ലാതെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഏജ് വരുന്നത്. ഓക്കെ, ഹൈറ്റ് മാറിയാലും ഇല്ലെങ്കിലും ഏജ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഹൈറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഹൈറ്റ് ഇസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ഏജ്. ഇനി എക്സ്ട്രേനിയസ് വേരിയബിൾസ്. എക്സ്ട്രേനിയസ് വേരിയബിൾസ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രേനിയസ് വേരിയബിൾസിന്റെ വാല്യൂവിൽ മാറ്റം വരില്ല, പക്ഷേ അത് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിളും എക്സ്ട്രേനിയസ് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമാണ്, എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമല്ല, അത് പുറത്തുള്ള വേരിയബിൾസ് ആണ്. നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമല്ലാത്ത പുറത്തുള്ള ഒരു വേരിയബിൾ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്? ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ ഇൻറ്റിജർ വാല്യൂ. ഇൻറ്റിജർ വാല്യൂവിൽ മാത്രം, അതായത് ഡെസിമൽസ് ആയിട്ടൊന്നും നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റിജേഴ്സ് ആയിട്ട് മാത്രം, നമുക്ക് ഹോൾ വാല്യൂസ് ആയിട്ട് മാത്രം നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 10 എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര കുട്ടികളുണ്ട്, കൃത്യം എണ്ണമാണ്. 2.5 3.5 എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ 5 അല്ലെങ്കിൽ 10. അപ്പം ഒരു ഹോൾ എമൗണ്ട് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുക. ഇനി കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാലോ, വേരിയബിൾസ് ദാറ്റ് കൻ അസ്യൂം എനി വാല്യൂ. എന്ത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഡെസിമൽ വാല്യൂസ് വേണമെങ്കിലും അതിന് അസ്യൂം ചെയ്യാം. ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ നമുക്ക് ഡെസിമൽ വാല്യൂസിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യാറുണ്ട്, എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അതിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ വന്നതായിട്ടുള്ള 2 ചോദ്യങ്ങളാണ് സ്ക്രീനിലുള്ളത്. എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്താണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻ റിസർച്ച്. ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. അതൊന്ന് നോക്കിക്കോട്ടോ. ഏജ് ഓഫ് ദ റെസ്പോണ്ടന്റ്. ഏജ് എന്ന് പറയുന്നത് വേറൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു വേരിയബിൾ അല്ല, അപ്പൊ അതുകൊണ്ട് അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ജെൻഡർ ഓഫ് ദ റെസ്പോണ്ടന്റ്. ജെൻഡറും ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വേരിയബിൾ അല്ല, അതുകൊണ്ട് അതും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ്. എക്സ്പെരിമെന്റൽ കണ്ടീഷൻസും വേറൊരു കാര്യത്തെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കില്ല, അപ്പൊ അതുകൊണ്ട് അതും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ടെസ്റ്റ് സ്കോർ ഓഫ് ദ റെസ്പോണ്ടന്റ്. പക്ഷെ ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നതോ അത് മറ്റ് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടെസ്റ്റിന്റെ സ്കോർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് ഇട്ടാൽ പോലും ഓരോ കുട്ടികളുടെയും ഇന്റലിജൻസ് ലെവലിനെ അനുസരിച്ച് അല്ലെങ്കിൽ സ്പീഡിനെ അനുസരിച്ചൊക്കെ അത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് മാറ്റം വരാവുന്ന ഒരു വേരിയബിൾ ആണ്, അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ്. ഇപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗത്ത് നിന്ന് കാൽക്കുലേഷൻ ആവശ്യമായിട്ട് വന്ന പ്രോബ്ലം ടൈപ്പ് ഒരു ചോദ്യമാണിത്.
ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ കാൽക്കുലേഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ട് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഈ ഒരു ട്രെൻഡ് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വന്ന ചോദ്യം, given that a random variable x follows a binomial distribution with parameters n and p and its mean and variance are respectively 20 and 15, what will be the value of p? If you change the mean as 15 and variance is 12, then what will be the ratio of p is to q? Okay, അപ്പം ആദ്യമേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കണം, പ്രത്യേകം നോക്കി വെക്കണം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ് ആദ്യമായിട്ട് പറയുന്നത് ഡൈക്കോട്ടോമി ആണ്. അതായത് ഓരോ ട്രയലിനും 2 പോസിബിൾ ഔട്ട്കംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 2 ഔട്ട്കംസും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതായത് ഒരു ഔട്ട്കം വരുമ്പോൾ മറ്റേത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്ന് വരുമ്പം മറ്റേതിന് അത് വരാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. ഇപ്പം ഹെഡ് വീഴുകയാണെങ്കിൽ ടെയിലിന് വീഴാൻ പറ്റില്ല, ടെയിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് വരില്ല. അപ്പം 2 പോസിബിൾ ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ, ഹെഡ് ആൻഡ് ടെയിൽ. പക്ഷേ ഒന്ന് വീഴുമ്പോൾ മറ്റേത് ഉണ്ടാവില്ല. അപ്പം അതുപോലെ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പോസിബിൾ ഔട്ട്കംസ് മാത്രമാണ് ഉണ്ടാവുക. സ്റ്റെബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് നോൺ ആൻഡ് റിമെയിൻ ഫിക്സ്ഡ്. അതായത് നമുക്ക് എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളത് നേരത്തെ അറിയാം, അത് എപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനുള്ള സാധ്യത 1/2 ആണെന്ന് നമുക്കറിയാം. അതുപോലെ ടെയിൽ വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണെന്ന് നമുക്ക് അറിയാം. ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ട്രയൽസ് നമ്മൾ എത്ര തവണ ട്രയൽ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല. ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആണ്, അതിന് ഇൻറ്റിജർ വാല്യൂ മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഹാസ് 1 or 2 മോഡൽ വാല്യൂസ്. ഒരു മോഡ് അല്ലെങ്കിൽ 2 മോഡൽ വാല്യൂസ് ആയിരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. മീൻ ഇൻക്രീസസ് ആസ് n increase and with p remaining constant. If n is large, neither p, അതൊന്നും നോക്കണ്ട. മീൻ is equal to np and sd is equal to root of npq. ഇത് നമ്മളുടെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് n into p ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n into p into q. ഇനി എന്നും പിയും ക്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, q എന്ന് പറയുന്നത് 1 - p ആണ്. ഇനിയിപ്പം q ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ p എന്ന് പറയുന്നത് 1 - q ആണ്. Given that the random variable x follows a binomial distribution with parameters n and p and its mean and variance are respectively 20 and 15, what will be the value of p? അപ്പം ഒരു റാൻഡം വേരിയബിൾ എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് n and p ആണ്. അതിൻ്റെ മീൻ തന്നിട്ടുണ്ട്, വേരിയൻസ് തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് np ആണ്. അപ്പം മീൻ എന്ന് പറയുന്നത് 20, np is equal to 20. ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. വേരിയൻസ് 15 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് np ആണ്. അപ്പം np is equal to 20 ഗിവൺ ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് npq ആണ് എങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് npq. അപ്പം npq is equal to 50. ഈ 2 ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ഇതിൽ നിന്നും പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. അപ്പം np is equal to 20 നമുക്ക് തന്നിട്ടുണ്ട്. npq is equal to 15 നമുക്കറിയാം. അപ്പം npqനകത്ത് npനെ നമ്മൾ 20 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 20q is equal to 15. അപ്പോൾ q എന്ന് പറയുന്നത് 15 divided by 20, 3/4 എന്ന് നമുക്ക് കിട്ടും. ഇനി പിയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 - q ആണ്. അപ്പം q നമുക്ക് കിട്ടി 3/4. അപ്പോൾ p is equal to 1 - 3/4. അപ്പോൾ 1/4 ആണ് നമുക്ക് ആൻസർ എന്ന് പറയുന്നത്. Given that the random variable x follows a binomial distribution with parameters n and p and its mean and variance are respectively 20 and 15. If you change the mean as 15 and variance as 12, then the ratio p is to q is. അപ്പം ഓൾറെഡി മീൻ എന്ന് പറയുന്നത് 20 ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് 50 ആണ്. ഇപ്പം നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് മീൻ 15ഉം വേരിയൻസ് 12ഉം ആക്കി കഴിഞ്ഞാൽ p is to qയുടെ റേഷ്യോ എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സെയിം നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ആ ഇൻഫർമേഷൻ തന്നെ ഉപയോഗിക്കുകയാണ്. അതായത് മീൻ എന്ന് പറയുന്നത് n into p ആണ്. അപ്പം ഇവിടെ നമ്മളുടെ വാല്യൂ, മീനിന്റെ വാല്യൂ 15 ആണ്. അപ്പം np is equal to 15.
ഇനി വേരിയൻസ് 12 ആണ്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ, അതായത് NPQ is equal to 12. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, NP-യിലേക്ക് 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 15Q is equal to 12. അപ്പൊ Q എന്നുള്ളത് 12/15, അതായത് 4/5 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി Pയുടെ വാല്യൂ കണ്ടുപിടിക്കുക. P എന്ന് പറയുന്നത് 1 മൈനസ് Q ആണ്. ഇപ്പൊ Q തന്നിട്ടുണ്ടെങ്കിൽ P കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. P is equal to 1 മൈനസ് Q. അപ്പൊ 1 മൈനസ് 4/5, അതായത് 1/5 എന്ന് നമുക്ക് കിട്ടും. ഇനി P is to Q റേഷ്യോയിലേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/5 is to 4/5. അവിടെ ഡിവൈഡഡ് ബൈ 5 കോമൺ ആണ്, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയുക. 1:4 ആണ് നമ്മളുടെ ആൻസർ. യൂണിറ്റ് 3, യൂണിറ്റ് 5, യൂണിറ്റ് 6 ഈ 3 യൂണിറ്റുകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ടോപ്പിക്കുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 3 തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതിൽ ആദ്യമേ തന്നെ തിയറിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ്, അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. റെഗുലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും. അതിൽ പ്രധാനമായിട്ടും അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സുകൾ എന്ന് പറയുന്നത് മണി മെഷർമെന്റ്, ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരീഡ്, മാച്ചിങ്, റിയലൈസേഷൻ, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് അക്രൂവൽ കോൺസെപ്റ്റുകളാണ്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസിന് ഉദാഹരണമാണ് ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഇനി നമുക്ക് ചില എക്സാമ്പിളിന്റെ സഹായത്തോട് കൂടിയിട്ട് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കൂടുതൽ പഠിച്ചു വെക്കാം. കൺസർവേറ്റിസം കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ആന്റിസിപ്പേറ്റഡ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. അതായത് ഒരു ഫേം ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്ന നഷ്ടങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും? ബിസിനസ് ട്രാൻസാക്ഷൻസിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ബാഡ് ഡെബ്റ്റ് ഉണ്ടാകും, ആ ബാഡ് ഡെബ്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്നുള്ളത് കൺസർവേറ്റിസം കോൺസെപ്റ്റിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ്സും ബിസിനസ്മെനും സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ, അതായത് ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ബിസിനസിന്റെ വ്യൂ പോയിന്റിൽ ലൈബിലിറ്റി ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ആ ലൈബിലിറ്റി കുറയ്ക്കുന്ന ഘടകമാണ് ഡ്രോയിങ്സ്. കാരണം ബിസിനസ്മാൻ അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിന്റെ ഒരു വിഹിതം വിഡ്രോ ചെയ്യുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഒരു ഫേം ഏതൊരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്താലും അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡിപ്രീസിയേഷൻ. അതായത് ഇപ്പോൾ ഒരു ഡിപ്രീസിയേഷൻ മെത്തേഡ് ഫിക്സ് ചെയ്തു, ഇയർ ആഫ്റ്റർ ഇയർ അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റിൽ പറയുന്നത്. ആൻഡ് കൺസർവേറ്റിസം കോൺസെപ്റ്റിന് മറ്റൊരു ഉദാഹരണമാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത്. അതായത് ലോസ് മാത്രം എപ്പോഴും മുൻകൂട്ടി കണക്കാക്കി അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിനെതിരെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്ന ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യപ്പെടാറുമില്ല. മറ്റൊന്നാണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്നും പറയാറുണ്ട്. അതായത് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റിന്റെ അക്വിസിഷൻ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇയർ ആഫ്റ്റർ ഇയറിൽ മാർക്കറ്റ് വാല്യൂവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് ഈസ് നോട്ട് അക്കൗണ്ടഡ് എന്നുള്ളതാണ് കോസ്റ്റ് കോൺസെപ്റ്റിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് എപ്പോഴും ഒരു ഫോം അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പണം കൊണ്ട് വാല്യൂ ചെയ്യാവുന്ന ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് മീൻസ് എ ബിസിനസ്മാൻ ഓൺ 2 ബിൽഡിംഗ് cannot be accounted. അതായത് ഒരു ബിസിനസ്മാന് 2 ബിൽഡിംഗ് ഉണ്ട്. 2 ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതാറില്ല. പകരം എന്താ എഴുതാറുള്ളത്? അതിന്റെ മണി വാല്യൂ ആണ്, അതിന്റെ പ്രൈസ് എത്രയാണോ അതാണ് റെക്കോർഡ് ചെയ്യപ്പെടാറുള്ളത്. ബാക്കി ഒരു മെഷർമെന്റ് ടൂൾസും എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. എത്ര ഏക്കർ ഉണ്ടോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് അങ്ങനെ ഒന്നും തന്നെ എടുക്കാറില്ല. ഓൺലി റുപ്പീസ് അഥവാ മണി മാത്രമാണ്. ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും സപ്പോർട്ടഡ് എവിഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ദെയർ മസ്റ്റ് ബി സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ഫോർ എവരി ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ്ങിന്റെ തിയറി പോർഷൻസ് ഒക്കെ തന്നെ എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യൂണിറ്റ് 3 അക്കൗണ്ടിങ്ങിൽ നിന്നും എല്ലായ്പ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുകൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിനോടൊപ്പം തന്നെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്.
അപ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള തിയറിറ്റിക്കൽ പോർഷൻസ് നമുക്കൊന്ന് നോക്കാം. കോസ്റ്റ് ആൻഡ് ഇൻകം ആർ റെക്കഗ്നൈസ്ഡ് when they are incurred or realized rather than actual payment or receipt. Explain task concept. അതായത് ഒരു കോസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻകം ആയിക്കോട്ടെ, അതിന്റെ ആക്ച്വൽ പേയ്മെന്റിന് മുമ്പ് തന്നെ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ കോൺസെപ്റ്റ് ആണ് ഇതിൽ പറയുന്നതെന്നാണ്. അപ്പം അക്രൂവൽ കോൺസെപ്റ്റ് പ്രകാരമാണ് ആക്ച്വൽ പേയ്മെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ റിസീപ്റ്റിന് മുമ്പ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ, അവിടെ ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് സെയിൽ എന്നുള്ള രീതിയിൽ ആ ഒരു ഐറ്റം അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള ഡ്യുവൽ ആസ്പെക്ട്, മാച്ചിങ് കോൺസെപ്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഒക്കെ. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനും ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ രണ്ട് ആസ്പെക്ട് ഉണ്ടായിരിക്കാം, ഒരു ഡെബിറ്റ് മറ്റൊരു ക്രെഡിറ്റ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടന്നിട്ടുള്ള എക്സ്പെൻസും റവന്യൂവിന് മാച്ച് ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരമാണ് അക്കൗണ്ടിങ് ഇക്വേഷനും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ഈ ഒരു ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തതായിട്ട് നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ബിസിനസ്മാന്റെ പേഴ്സണൽ ട്രാൻസാക്ഷനുമായിട്ട് മിക്സപ്പ് ചെയ്യാൻ പാടില്ല. അതായത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ രണ്ട് ട്രാൻസാക്ഷൻസിനും ട്രീറ്റ് ചെയ്യണം. അതായത് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റീസും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിൽ നിന്നും എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്തു അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, an item should be regarded as material if there is reason to believe that knowledge of without influence the decision informed investor define convention disclosure, convention consistency, convention of materiality and convention of conservatism. അപ്പോൾ അതിൽ എടുത്തു പറയുന്നുണ്ട് മെറ്റീരിയൽ എന്നുള്ളത്. അതായത് എപ്പോഴും ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പം അത് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്, അതായത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി പ്രകാരം പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഐറ്റംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളവ ഒഴിവാക്കണമെന്നാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ പലതരത്തിലുള്ള അസറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ അതിനോടൊപ്പം തന്നെ സ്റ്റേഷനറി ആയിട്ടുള്ള ബുക്സ്, അതുപോലെ തന്നെ എ ബണ്ടിൽ ഓഫ് പേപ്പർ, അങ്ങനെ വരുന്ന പല ഐറ്റംസും കാണും. ഇവയെല്ലാം ഇമ്മെറ്റീരിയൽ ആണ്. അതായത് ഒരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലൊന്നും ഇവയെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല. സോ ഇങ്ങനെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ സിംഗിൾ എൻട്രി സിസ്റ്റം ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് അസർട്ടൈൻഡ് ത്രൂ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയിട്ടാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ തിയറി പോർഷൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സാമിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് എപ്പോഴും അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കോൺസെപ്റ്റും പഠിക്കുമ്പോൾ അവയ്ക്ക് ഉചിതമായിട്ടുള്ള എക്സാമ്പിൾ അനുസരിച്ച് പഠിച്ചു പോകുക. അടുത്തായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അതുപോലെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അഥവാ IAS അല്ലെങ്കിൽ AS, IFRS എന്നിങ്ങനെയൊക്കെയാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ INTAS എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പം AS1 എന്നൊക്കെ പറയുമ്പം അറിയേണ്ടത് അത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 25 ഇവയ്ക്ക് മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു മാച്ച് ദ ഫോളോവിങ്ങിനകത്ത് ഇത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് തന്നേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കറക്റ്റ് ഓർഡറാക്കി തന്നു. ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് നിന്ന് ആൻസർ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 പ്രകാരം റവന്യൂ റെക്കഗ്നിഷനെ കുറിച്ചിട്ടും 18 പ്രകാരം റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 25 പ്രകാരം ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുമാണ് പറയുന്നത്. എന്നാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്
18 പ്രകാരം റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ അല്ല പറയുന്നത്. നിലവിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 18 എന്ന് പറയുന്നത് അസാധുവാക്കപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററീസിനെ കുറിച്ചിട്ടും, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ, 8 അക്കൗണ്ടിംഗ് പോളിസീസ്, 10 ഈവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആൻഡ് 12 ഇൻകം ടാക്സിനെ കുറിച്ചിട്ടുമാണ്. അപ്പം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 ഒക്കെ എല്ലായ്പ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പല അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളും റീപ്ലേസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അസാധുവാക്കപ്പെടാറുമുണ്ട്. അപ്പോൾ ആ ലിസ്റ്റൊക്കെ തന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതായത് ഇത്തരത്തിൽ ഏതൊക്കെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് അസാധുവാക്കപ്പെട്ടിട്ടുള്ളത്, പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, റീപ്ലേസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർ ക്യാൻ ഓൺലി ബി റിഡീംഡ് ആഫ്റ്റർ. അതായത് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നതിന് മുമ്പ് അത് ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. അതൊരു ലീഗൽ റെസ്ട്രിക്ഷൻ ആണ്. സെക്ഷൻ 80 പ്രകാരം, അതായത് കമ്പനീസ് ആക്ട് സെക്ഷൻ 80 പ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് കമ്പനീസ് ആക്ട് സെക്ഷൻ 80 പ്രകാരം പറയുന്നത് ഇപ്രകാരമാണ്: പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയതിനു ശേഷം മാത്രമേ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് പ്രിഫറൻസ് ഷെയർ ക്യാൻ ബി റിഡീംഡ് ഓൺലി ഇഫ് ദീസ് ആർ ഫുള്ളി പെയ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ് ഷെയർ must become fully paid before redemption. അതായത് റിഡംഷന് മുമ്പ് അത് എന്തുണ്ടായിരിക്കണം? ഫുള്ളി പേ ചെയ്തെങ്കിൽ മാത്രമേ റിഡീം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 80 പ്രകാരം, കമ്പനീസ് ആക്ട് സെക്ഷൻ 80 പ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്ത ഒരു പ്രോബ്ലം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്ന് ആലോചിച്ചാൽ തന്നെ ആൻസർ കിട്ടുന്നതാണ്. അതായത് 2000 ഷെയർ ഫോർഫീറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഓക്കെ, ഫോർഫീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഫൈനൽ കോൾ എമൗണ്ട് ആയിട്ടുള്ള 4 രൂപ കൊടുക്കാത്തത് കൊണ്ടാണ് ആ ഷെയർ എന്ത് ചെയ്യപ്പെടുന്നത്? ക്യാൻസൽ ചെയ്യപ്പെട്ടത്. അതിനുശേഷം ആ ഷെയർ വീണ്ടും റീഇഷ്യൂ ചെയ്യുകയും, അത് ഫുള്ളി പെയ്ഡ് ആയിട്ടാണ് റീഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള 3000 റുപ്പീസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കാണ് ഈ ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമേ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2000 വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഷെയറിന് 10 റുപ്പീസ് വെച്ചിട്ട് കിട്ടേണ്ടത് എത്രയായിരുന്നു? 2000 ആണ്. 20,000 ആയിരുന്നു കിട്ടേണ്ടത്. എത്രയാണ് കിട്ടേണ്ടത്? 20,000 ആണ് ലഭിക്കേണ്ടത്. എന്നാൽ ഈ 20,000-നകത്ത് എത്രയാണ് പേ ചെയ്യാതായത്? 4 ഈച്ച് എന്ന് പറയുമ്പോൾ 2000 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8,000. 8000 രൂപയുടെ ഷെയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫൈനൽ കോൾ എമൗണ്ട് ആയിട്ടുള്ള 4 രൂപ വീതം കൊടുക്കാത്തത് കൊണ്ട് 8000 രൂപയുടെ ഷെയർ ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോർഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 8000 ഷെയർസ് ഉണ്ട്. 8000 ഷെയർസ് വീണ്ടും റീഇഷ്യൂ ചെയ്തു. ഫുള്ളി പെയ്ഡ് ആയിട്ടാണ് റീഇഷ്യൂ ചെയ്തത്. അതിൽ നിന്നുണ്ടായിട്ടുള്ള 3000 എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് റീഇഷ്യൂ ചെയ്തത് ഫുള്ളി പെയ്ഡ് ആയിട്ടാണ്. അപ്പോൾ 8000-ന് റീഇഷ്യൂ ചെയ്തു. ബാലൻസ് 3000 രൂപയാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ഇവിടെ ഒരു സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. ഈ 3000 പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ 8000 രൂപയിൽ അധികമാണ് 3000 അല്ലേ? 8000 രൂപ കൂടാതെ അധികമായിട്ട് ലഭിച്ച തുകയാണ് 3000 എന്ന് പറയുന്നത്. അപ്പം 8000 പ്ലസ് 3000 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് 11,000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. 2000 ഷെയർ 10 രൂപ വെച്ച് ഇഷ്യൂ ചെയ്തപ്പോൾ 4 രൂപ വീതം കൊടുക്കാത്തത് കൊണ്ട് ഫൈനൽ കോൾ എമൗണ്ട് പേ ചെയ്യാത്തത് കൊണ്ട് ഷെയർ ഫോർഫീറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ആയപ്പോൾ ബാലൻസ് വന്ന ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 2000 ഇൻറ്റു 4. ആദ്യമേ തന്നെ അത് മാറ്റുക, 8000 ആണ്. ഓക്കെ, ഈ 8000 അവർ ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തു. അതിനുശേഷം ഉണ്ടായ 3000 രൂപയുടെ ലാഭം ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ടിലേക്ക്, റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഫുള്ളി പെയ്ഡ് ആയിട്ട് എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. 8000 രൂപയുടെ ഷെയർ ഉണ്ട്. ആ 8000 രൂപയുടെ ഷെയർ 11,000 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തപ്പോഴാണ് 3000 രൂപ എന്തുണ്ടായത്? ലാഭമുണ്ടായത്. അല്ലെങ്കിൽ ഈ 8000-നകത്ത് നിന്ന് ഈ തന്നിട്ടുള്ള എമൗണ്ട്സ് കുറയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് 3000 എപ്പോൾ കിട്ടുന്നോ അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് 8000 രൂപയുടെ ഷെയർ ആണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ആ ഷെയർ റീഇഷ്യൂ ചെയ്തപ്പോൾ 3000 രൂപ ലാഭമുണ്ടായെന്ന് പറയുന്നു. ഒന്നുകിൽ ഈ 8000 പ്ലസ് 3000 കൂട്ടുമ്പോൾ 11,000 കിട്ടും,
അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ തന്നിട്ടുള്ള ഓരോ എമൗണ്ടിൽ നിന്ന് 8000 കുറയ്ക്കുമ്പോൾ 3000 ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാലും മതി. രണ്ട് രീതിയിൽ നോക്കിയാലും നമുക്ക് ആൻസർ ലഭിക്കും. യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എല്ലായ്പ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. റേഷ്യോ അനാലിസിസിൽ തന്നെ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് റേഷ്യോയിൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ക്വിക്ക് റേഷ്യോയിൽ പറയുന്നത് ക്വിക്ക് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസുമാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം അസറ്റ്സ്, അതുപോലെ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ലൈബിലിറ്റീസ്. ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് കറണ്ട് റേഷ്യോ ഉണ്ടാവുന്നത്. അതായത് ഒരു ഫേമിന്റെ കറണ്ട് അസറ്റ്സും അതേപോലെ തന്നെ കറണ്ട് ലൈബിലിറ്റീസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ കറണ്ട് ലൈബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്ര കറണ്ട് അസറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കറണ്ട് റേഷ്യോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കറണ്ട് റേഷ്യോവിനെ ലിക്വിഡിറ്റി റേഷ്യോ എന്നും പറയാറുണ്ട്. ഇനി ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് ക്വിക്ക് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്സിൽ നിന്നും ഇൻവെന്ററി ഒഴിവാക്കപ്പെടുമ്പോഴാണ് ക്വിക്ക് അസറ്റ്സ് ലഭിക്കുന്നത്. അതായത് കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെന്ററി ആണ് ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വിക്ക് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഇവയുടെ മൂന്നിന്റെയും, അതായത് കറണ്ട് റേഷ്യോ, അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇതിന്റെ മൂന്നിന്റെയും ഫോർമുല പ്രത്യേകം തന്നെ എഴുതി നോക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ ലഭിക്കും. അതായത് കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. 3.5:1 ആണ് കറണ്ട് റേഷ്യോ. അപ്പൊ 3.5/1 എന്ന് പറയുമ്പോൾ 3.5 തന്നെ ലഭിക്കും അല്ലെ. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലൈബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 2,50,000 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ 3.5 - 1, അപ്പൊ 2.5x എന്ന് ലഭിക്കും അല്ലെ. അപ്പൊ ഇവിടെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 3.5 ആണ്. ഇനി കറണ്ട് ലൈബിലിറ്റീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. കറണ്ട് ലൈബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 2,50,000 നിന്നും ഈ 2.5x ഡിവൈഡ് ചെയ്യുമ്പോൾ 1 lakh ലഭിക്കും. അപ്പൊ കറണ്ട് ലൈബിലിറ്റീസ് 1 lakh ലഭിച്ചു അല്ലെ. ഇനി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ക്വിക്ക് അസറ്റ്സ്, ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അപ്പൊ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് 2.25:1 ആണ്. ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോൾ 2.25 × 1 lakh വരും. അപ്പൊ എത്ര വരും, 2,25,000 എന്ന് പറഞ്ഞ് വരും. അതായത് ക്വിക്ക് അസറ്റ്സിന്റെ ക്വിക്ക് റേഷ്യോന്റെ ഫോർമുല എന്ന് പറയുന്നത് ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അപ്പൊ 2.25 ആണ് ക്വിക്ക് റേഷ്യോ. അപ്പൊ ക്വിക്ക് അസറ്റ്സ് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ കറണ്ട് ലൈബിലിറ്റീസ് അറിയാം എത്രയാണ്, 1 lakh. അപ്പൊ 2.25 നിന്നും 25നോടൊപ്പം ഈ 1 lakh മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്, ക്വിക്ക് അസറ്റ്സ് ലഭിക്കുന്നത്. അപ്പൊ
2,25,000 ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത ഈസി ആയിട്ട് നമുക്ക് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻവെന്ററി എന്ന് പറയുന്നത് എങ്ങനെ, കറണ്ട് അസറ്റ്സിൽ നിന്നും ക്വിക്ക് അസറ്റ്സ് കുറയ്ക്കുമ്പോഴാണ് ഇൻവെന്ററി ലഭിക്കുന്നത്. അപ്പൊ കറണ്ട് അസറ്റ്സ് എത്രയുണ്ട്, 3,50,000 ഉണ്ട്. ക്വിക്ക് അസറ്റ്സ് എത്രയുണ്ട്, 2,25,000 ഉണ്ട്. അപ്പം ബാലൻസിങ് എമൗണ്ട് ആയിട്ട് വരുന്ന 1,25,000 ആണെന്ന് പറയുന്നത് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈസി ആണ്, അത്ര കൺഫ്യൂസിങ് ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ 1,25,000 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോൾവൻസി റേഷ്യോ ഒരു ഫേമിന്റെ എബിലിറ്റിയെ കാണിക്കുന്നതാണ്. അതായത് ലോങ് ടേം കമ്മിറ്റ്മെന്റ്സിൽ, ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനിൽ ഏർപ്പെടുമ്പോൾ അത് റീപേ ചെയ്യാനുള്ള ഫേമിന്റെ എബിലിറ്റിയാണ് സോൾവൻസി റേഷ്യോയിലൂടെ പറയുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഇതിന് ഉദാഹരണമാണ്. ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയിലും വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി റേഷ്യോസ് അഥവാ ടേൺ ഓവർ റേഷ്യോസ് ആണ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോസ്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോസ്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോസ്, അതുപോലെ ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോസ്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ് തുടങ്ങിയവയൊക്കെയാണ് ആക്ടിവിറ്റി റേഷ്യോസിനകത്ത് ഉൾപ്പെടുന്നവ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഡാഷ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ ഓർമ്മ വരുന്നത് കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് എന്നാണ്. പക്ഷെ അതല്ല, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ആൻസർ കറണ്ട് അസറ്റ്സ് ആണ്. ഒരു ഫേമിൻ്റെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 50,000, കറണ്ട് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ആണ്. കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് റേഷ്യോ 2 എന്നാണെങ്കിൽ അതിനർത്ഥം 2:1. അതായത് കറണ്ട് അസറ്റ്സ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് 2 ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് 1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 2 × 50,000 മൈനസ് കറണ്ട് ലയബിലിറ്റീസിനോടൊപ്പം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 50,000 ലഭിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 50,000 തന്നെ ലഭിക്കും. കാരണം കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ലഭിക്കേണ്ടത് 50,000 ആയതുകൊണ്ട് തന്നെ ആൻസർ ആയിട്ട് ലഭിക്കുന്നത് 50,000 ആണ് കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാച്ച് ദ ഫോളോവിങ്സിൻ്റെ കറക്റ്റ് ആൻസർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ദെൻ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോസ് ആണ്. ലിക്വിഡിറ്റി റേഷ്യോന് ഉദാഹരണമാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ലിവറേജ് റേഷ്യോനകത്ത് വരുന്നത്. അപ്പോൾ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സും അതിനോടൊപ്പം പ്രിഫറൻസ് ഷെയർസും കൂടി ഉൾപ്പെടുന്നതാണ്. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ലിവറേജ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോസ് ഉണ്ട്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോസ് ഉണ്ട്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് വർത്ത് റേഷ്യോ, അതുപോലെ റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് തുടങ്ങിയവയൊക്കെയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അസറ്റ് ടെസ്റ്റ് റേഷ്യോ, അതുപോലെ ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഇതിന് മാച്ചിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും ഈ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും ഉത്തമം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ടോപ്പിക്സുകൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ടോസ് അക്കാഡമിയുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണ്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് വോളിയം റേഷ്യോ തന്നിട്ടുണ്ട്. അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് പ്രോഫിറ്റ് തന്നിട്ടില്ല, PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റിയോടൊപ്പം പ്രോഫിറ്റ് വോളിയം റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് ലഭിക്കുന്നത്.
അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്നൊരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മാർജിൻ ഓഫ് സേഫ്റ്റി സെയിലിനോടൊപ്പം പി വി റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി എന്താ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്? എക്സ്പെക്ടഡ് പ്രോഫിറ്റബിലിറ്റിയും ബ്രേക്ക് ഈവൻ പോയിന്റിലെ സെയിലും തമ്മിലുള്ള കമ്പാരിസനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് എമൗണ്ട് തന്നെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 2 lakh, അതുപോലെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ 40% എന്ന് പറയുമ്പോൾ 0.40 വരും. അപ്പോൾ ആൻസർ വരുന്നത് 80,000 ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. യൂണിറ്റ് 5 ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രോജക്ട് വിത്ത് നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ വിൽ ഹാവ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് പ്രോഫിറ്റബിലിറ്റി ലെസ് ദാൻ 1 ഇൻഡിക്കേറ്റ് ദ പ്രോജക്ട് നെറ്റ് പ്രസന്റ് വാല്യൂ ഈസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിൽ ഉൾപ്പെടുന്ന ഒന്നാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോജക്റ്റിൽ നിന്നുള്ള ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. കാരണം നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആകാനാണ് സാധ്യത. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 എന്ന് പറയുന്നത് പോസിറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. പ്രോഫിറ്റബിലിറ്റി ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്നും നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്നും അറിഞ്ഞിരിക്കണം. അതായത് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നവയാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊജക്റ്റിന്മേൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ ഫ്യൂച്ചർ റിട്ടേൺ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ എന്ന് പറയാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളാണ് പ്രസന്റ് വാല്യൂ, നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ളവ. ഇനി നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾക്ക് ഉദാഹരണങ്ങളാണ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. ഇതൊക്കെ തന്നെ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളാണ്. അഥവാ ട്രഡീഷണൽ ടെക്നിക്കുകളെന്നും നോൺ ടൈം അഡ്ജസ്റ്റഡ് ടെക്നിക്കുകളെന്നും ഈ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളെ പറയാറുണ്ട്. ടൈം അഡ്ജസ്റ്റഡ് അതുപോലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഓർ മോഡേൺ ടെക്നിക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, അതുപോലെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, മോഡിഫൈഡ് റിട്ടേൺ, അതുപോലെ തന്നെ മോഡിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ളവ. സോ ഇതിൽ MIRR എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും, പക്ഷെ ഇത് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. സോ ഇത്രയുമാണ് ഈ പറഞ്ഞ മോഡേൺ ടെക്നിക്കുകൾ അഥവാ ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾക്ക് ഉദാഹരണം. അപ്പോൾ ഇതിൽ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ബാക്കി മൂന്നും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിന് ഉദാഹരണമാണ്. അതുപോലെ അടുത്ത വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിവിഡൻഡ് മോഡൽസുമായി ബന്ധപ്പെട്ട് അഥവാ ഡിവിഡൻഡ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് ഈസ് കോട്ടഡ് ബൈ ഡാഷ് അപ്രോച്ച് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ. ഗോർഡൻസ് അപ്രോച്ച് ആണ്. അതായത് ഗോർഡൻസ് അപ്രോച്ചിൽ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റിസ്ക് അവേഴ്സ് ആയിരിക്കും. അതായത് അവർ പ്രസന്റ് റിട്ടേൺ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, ഫ്യൂച്ചർ റിട്ടേൺ അഥവാ റീറ്റേൺ ഏർണിങ്സിന് അത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കാറില്ല. സോ ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒന്നാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗോർഡൻ ആണ്, മിറൻ ഗോർഡൻ ആണ് ഈ ഒരു ഡിവിഡൻഡ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആണ്. അതിൽ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡന്റ് ആണ് എന്നൊരു അസംഷൻ ആണ്. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് MM ആണ്, അതായത് മോദിഗിലാനി ആൻഡ് മില്ലർ ആണ് പറഞ്ഞിട്ടുള്ളത്. തിയറി ഓഫ് ഇറലവൻസ് എന്ന് കൂടി അതിനെ അറിയപ്പെടാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്.
ഇനി മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജി ഇൻ പ്രൊമോഷൻ മിക്സ്. അപ്പോൾ പ്രൊമോഷൻ മിക്സിനകത്ത് പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടാത്തത് എക്സിബിഷൻ ആണ്. ഇപ്പൊ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാളൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ഒന്ന് കസ്റ്റമേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകളെ പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുള്ളത് ടൈം വാല്യൂ ഓഫ് മണിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്കുകളാണ് ടൈം അഡ്ജസ്റ്റഡ് അഥവാ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യാത്ത ടെക്നിക്കുകളാണ് ട്രഡീഷണൽ ടെക്നിക്കുകൾ അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്കുകൾ, നോൺ ക്യാഷ് ഡിസ്കൗണ്ടിങ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ നോൺ ടൈം അഡ്ജസ്റ്റഡ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അതായത് പല ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ സഹായകമായിട്ടുള്ള ടെക്നിക്കുകളാണ് ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അവയാണ് മോഡേൺ ടെക്നിക്സ് എന്നും പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിനകത്ത് ട്രഡീഷണൽ ടെക്നിക്സ് അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിനകത്ത് ഉൾപ്പെടുന്നവയാണ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, പേ ബാക്ക് പീരീഡ് തുടങ്ങിയിട്ടുള്ളവ. ഇനി ടൈം അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾക്ക് ഉദാഹരണമാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അതുപോലെ തന്നെ മോഡിഫൈഡ് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെ ഒരു വിഹിതമാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന പ്രോഫിറ്റിന്റെ ഒരു പോർഷനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് മോഡൽസ് പലതരത്തിലുണ്ട്. പ്രധാനമായിട്ടും 4 മോഡലാണുള്ളത്. ഗ്രഹാം ആൻഡ് ഡോഡ് മോഡൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗ്രഹാം ആൻഡ് ഡോഡ് മോഡൽ എന്ന് പറയുന്നത്. വോൾട്ടേഴ്സ് മോഡൽ, MM മോഡൽ അഥവാ അത് കഴിഞ്ഞതിന് ശേഷം ലിൻഡർ മോഡൽ. ഇതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള 3 മോഡൽസ് ആണ് വോൾട്ടേഴ്സ്, MM ആൻഡ് ലിൻഡേഴ്സ്. ഇതിൽ MM മോഡലിന് ഡിവിഡൻഡ് ഇർറലവൻസ് മോഡൽ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് വോൾട്ടേഴ്സ് മോഡൽ എന്ന് നമുക്ക് നോക്കാം. വോൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത് that state that the decision to issue dividend depend on the opportunity to reinvest the retained earnings. According to Walter's model, if the firm find good opportunity to invest the profit, it may not issue dividend to be the shareholders. If the shareholders have a trust in the decision of the firm, then they may reinvest the dividend to buy more shares. വോൾട്ടേഴ്സ് മോഡൽ പ്രകാരം പറയുന്നത് ഒരു ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫേം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതായത് അവർക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് ആ ഫേമിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഫ്യൂച്ചറിൽ കൂടുതൽ ഷെയർസ് പർച്ചേസ് ചെയ്യാനും സാധ്യമാകും. അത് ഫേമിനോട് വിശ്വാസമുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ലഭ്യമാകും എന്നുള്ളതാണ് വോൾട്ടേഴ്സ് മോഡലിനകത്ത് പറയുന്നത്. അതായത് ഡിവിഡൻഡ് ഫേമിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക അഥവാ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഗോർഡൻ മോഡൽസിനകത്ത് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് the regular issue of the dividend affect the market price of the firm. The shareholders assumes that future gain from the share are not guaranteed and they believe that current dividend provide the considerable income to them. അതായത് എപ്പോഴും മാർക്കറ്റ് പ്രൈസ്, അതായത് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് റെഗുലർ ആയിട്ട് കൊടുക്കുന്നതിനെ അഫക്റ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റെഗുലർ ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു ഷെയറിന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, എല്ലായ്പ്പോഴും ഡിവിഡൻഡ് എന്ന് പറയുന്നത് കറന്റ് ഡിവിഡൻഡിനാണ് ഇൻവെസ്റ്റേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഫ്യൂച്ചർ ഇത്തരത്തിൽ ഡിവിഡൻഡ് ലഭിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും കറന്റ് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു കൺസിഡറബിൾ ഇൻകം ആണ് എന്നാണ് ഗോർഡൻസ് മോഡൽ പറയുന്നത്. ഇനി മോദിഗ്ലാനി ആൻഡ് മില്ലർ മോഡൽ സ്റ്റേറ്റ് ചെയ്യുന്നത് if the value of firm is not affected by the division of profit between the new investment and the issue of dividend. അതായത് ഇപ്പോൾ റീറ്റെയിൻ ഏർണിങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നതായിക്കോട്ടെ, ഈ 2 കാര്യങ്ങളാണെങ്കിലും ഒരു ഫേമിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മോദിഗ്ലാനി മില്ലർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തിയറിയെ ഡിവിഡൻഡ് ഇർറലവൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് ഒരു പ്രോബ്ലം ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും. A firm cost of equity capital is 20%.
average tax rate 40% and brokerage is 3%, expected by shareholders, what is the cost of retained earnings? അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, അതുപോലെ കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ്, ഇവ ഇത്രയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സിനോടൊപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഇൻറ്റു 1 മൈനസ് ബ്രോക്കേജ് എന്നുള്ളൊരു ഇക്വേഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ബാക്കിയുള്ള ഫോർമുലയിൽ നിന്നും വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20% ആണ്. ദാറ്റ് മീൻസ് 0.20 ആണ്. അപ്പോൾ 0.20 ഇൻറ്റു 1 മൈനസ് 40, അതായത് 1 മൈനസ് ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ 0.60 വരും. 1 മൈനസ് 0.03 അഥവാ ബ്രോക്കേജ് എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ 1 മൈനസ് 0.03 എന്ന് പറയുമ്പോൾ 0.97 വരും. സോ കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 11.64% ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നും അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If the required rate of return of investors 14%, expected dividend for the next year 2.50, investors expected earning or dividend to grow 12%, what will be the price of share as on today? അതായത് ഇവിടെ തന്നിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. അതുപോലെ ഡിവിഡൻഡിന്റെ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഷെയറിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിവിഡൻഡിന്റെ ഗ്രോത്ത് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗോർഡൻ ഗ്രോത്ത് മോഡലാണ്. ഇതിനെ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്നും അറിയപ്പെടാറുണ്ട്. സോ ഈ ഒരു മോഡൽ പ്രകാരം and this model calculates the present value of stock based on the expected future dividend growth rate and the required rate of return. അതായത് ഈ ഒരു മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് ആണ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഡിവിഡൻഡും ഗ്രോത്ത് റേറ്റും റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേണും. ഇനി ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് ഷെയർ ഈസ് ഈക്വൽ ടു D1 ബൈ R മൈനസ് G. D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്, അതായത് അടുത്ത വർഷം ലഭിക്കാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്. R എന്ന് പറയുന്നത് റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. G എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ്. അതായത് നമ്മൾ റിക്വയർ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. അതുപോലെ ഒരു ഡിവിഡൻഡിന് ലഭിക്കുന്ന ഗ്രോത്ത് റേറ്റും ഉണ്ട്. അതായത് ഓരോ വർഷവും ഡിവിഡൻഡ് കൂടി വരിക എന്നുള്ളതാണ് ഗ്രോത്ത് റേറ്റിനെ സൂചിപ്പിക്കുന്നത്. സോ ഇവയെ തമ്മിൽ കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡുമായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് 2.50, റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 0.14, ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 0.12 വരും. സോ ഇക്വേഷനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് 125 ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വരാൻ പോകുന്ന സെറ്റ് കൊമേഴ്സ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ടൂസ് അക്കാഡമിയുടെ വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമുള്ള ഡൗട്ട്സ് കമൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.